ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. എന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കില്ലേ എന്താ ഒരു ചായ കുടിക്കണം മാത്രം പറഞ്ഞു. അപ്പോൾ ഞാൻ എങ്ങോട്ട് പോകുന്നത് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളിന്ന് ബാംഗ്ലൂർക്കാണ് പോണത് കേട്ടോ. അപ്പോൾ നമ്മൾ പോണ വഴിയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളിന്ന് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതാ കുഞ്ച് ഉറങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചായ കുടിക്കാൻ നിർത്തിയപ്പോൾ അവൾ ഉണർന്നിട്ടുണ്ട്. അപ്പോൾ അവൾക്കൊരു ചായയൊക്കെ വാങ്ങിക്കുടിച്ച് നമ്മളും ചായയൊക്കെ കുടിച്ച് പോകും. നമ്മൾ 3:30 ആകുമ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ വീട്ടിൽ നിന്ന്. അപ്പോൾ നിലമ്പൂരെത്തി. അവിടെ നമ്മൾ 4:30 ആകുമ്പോഴാണ് പുറപ്പെട്ടത്. അപ്പോൾ ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാംഗ്ലൂർ നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പ്രാവശ്യം ഇങ്ങനെ സ്കൂളിൽ നിന്ന് നമ്മൾ വർക്ക് ചെയ്തിരുന്ന ട്യൂഷനിൽ നമ്മൾ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ രാത്രിയൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ ശരിക്കും ഒന്നും അറിയില്ല. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മൾ എന്തായാലും ഭംഗി മരങ്ങളുടെ ഒരു കൂട്ടങ്ങളല്ലേ. അപ്പോൾ നമ്മൾ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണല്ലേ, പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ നമ്മൾക്ക് ഈ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ അതിലേറെ ഇഷ്ടം നമുക്ക് ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിന് ഒരു സുഖമാണല്ലേ. അപ്പോൾ നമ്മളതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ യാത്ര തുടരുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ കണിക്കൊന്ന കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ വിഷു അടുത്തെത്തിയ നമുക്കൊരു എന്താ പറയുക ഒരു സൂചന തരിക. നമ്മൾ ഈ കണിക്കൊന്നൊക്കെ ആകുമ്പോൾ നമുക്ക് വിഷു ആണല്ലേ ഓർമ്മ വരിക. അപ്പോൾ നമ്മളെ വിഷു ഇപ്പോൾ നാളെയല്ല മറ്റന്നാളാണ്. അപ്പോൾ നമ്മൾ വിഷുവിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ഒരുങ്ങിയിരിക്കുകയാണല്ലേ. അപ്പം നമ്മൾ വിഷു ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പോയിട്ട് വേഗം തന്നെ നമ്മൾ തിരിച്ചു വരും. അപ്പോൾ നമ്മളിതാ കണ്ടില്ലേ അവിടെ അതൊരു ആന ഉണ്ടോ. ആനേനെയൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോവാട്ടോ. ഇത് ആന ഇവിടെ തന്നെ ഉണ്ട്, റോഡിൻ്റെ വക്കത്ത് തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ കുറേ മാനുകളൊക്കെ കണ്ടിട്ടോ. മാനുകളുടെ കൂട്ടങ്ങളിങ്ങനെ രാവിലെ ആയതുകൊണ്ട് തന്നെ അവരിങ്ങനെ പുറത്തേക്ക് ഇറങ്ങണ സമയമാണ്. ഇത് കണ്ടില്ലേ ഈ ആന ഇവിടെ എന്നും ഉണ്ടാവും എന്നൊക്കെയാണ് ഇപ്പോൾ ഇവരൊക്കെ പറയണത്. എന്താ വെച്ചാൽ ഇവിടെ വളർത്തണതാണെന്നോ അങ്ങനെ എന്തൊക്കെയോ സവാരി ചെയ്യുന്നതാണോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ 2-3 ആന അവിടെ അങ്ങനെ കണ്ടു. അപ്പോൾ ഇതാ ഇവിടെ കണ്ടില്ലേ ഇത് നമ്മളിവിടെ എന്തൊക്കെയോ ഒരു വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ എന്തൊക്കെയോ കാണാനൊക്കെ ഉണ്ട്. നമ്മളിവിടെ ഒന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. നമുക്ക് അതിനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. ഇവിടെയൊക്കെ നമുക്ക് ഇറങ്ങി പോകാൻ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ ടൈം അതിനൊന്നും നമുക്ക് സാധ്യമല്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മൾ ചായ ഒന്നും കുടിച്ചു. അപ്പോൾ ആ ഒരു വെറും ചായ മാത്രം കുടിച്ചിട്ടുള്ളൂ. നമുക്ക് വിശപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ ഇതാ മാനുകളുടെ കൂട്ടം അങ്ങനെ കാണാനുണ്ട്. പിന്നെ ഇതാ നമുക്ക് ഈ പച്ചപ്പ് ഇല്ല ഇതൊക്കെ നമ്മൾ പുല്ലാണോ എന്ന് വിചാരിക്കില്ല. ഇവിടെ കണ്ടില്ലേ മാനുകൾ. ഇതാ ഇവിടെ മാനുകളെ കൂട്ടുണ്ട്. ഇവിടെ തന്നെ ഒരു ആന ഉണ്ട് കണ്ടില്ലേ. ഒരു 2 കൂട്ടരും കൂടെ ഇങ്ങനെ വിശപ്പ് അകറ്റാണെന്ന് തോന്നുന്നു ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട്. അപ്പം നമുക്ക് ഓരോരോ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോവാട്ടോ. അപ്പോൾ അതാ ഇവിടെ കണ്ടില്ല ഒഴിഞ്ഞ് കിടക്കുന്ന പറമ്പുകളൊക്കെ ഉണ്ട്. ഗ്രൗണ്ടാണ് തോന്നുന്നു. പിന്നെ ഇന്ന് നമ്മൾ പോണത് എന്തിനാണെന്ന് ചോദിച്ചാൽ അന്നുവിൻ്റെ കോളേജൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ അവിടേക്ക് പോവുകയാണ്. പോയി വരുമ്പോഴേക്ക് തന്നെ ഒരുപാട് സമയമാവും. രാത്രി 10-11 മണിയാവും എന്നൊക്കെയാണ് പറയണത്. ഇപ്പോൾ നമ്മൾ പോകുന്നപ്പോൾ 2 പഴം കയ്യിൽ പിടിച്ചിരുന്നത് അത് കുഞ്ചുവിന് ഇങ്ങനെ കൊടുത്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അത് വിശക്കൂലേ. അപ്പോൾ നമ്മൾ പഴം കയ്യിൽ വെച്ചിരുന്നു. അപ്പോൾ അതുപോലെ ചെറിയ കഷ്ണമൊക്കെ ഇങ്ങനെ കഴിക്കുന്നുണ്ട്. പോരുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ ഉണ്ടോ നമുക്ക് ആകെ നമ്മളെ ഒരു എൻജോയ്മെൻറ്റിലേക്ക് കൊണ്ടുപോകണത്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോവുകയാണ്. ഒരുപാട് പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. പാറകളും വലിയ വലിയ പാറകളും കുന്നുകളൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് യാത്ര അങ്ങനെ തുടർന്ന് പോവാമല്ലേ. നമ്മളിപ്പോൾ ഒരു ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ.
ഇവിടെ നമ്മൾ സ്ഥലം ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയാൻ എനിക്കറിയില്ല. എന്തായാലും ഇവിടെ പിന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞുകൊണ്ട് നടക്കാണ്ട് ഹോട്ടലിൽ. അപ്പോൾ ഇവർക്ക് അറിയണ ഒരു സ്ഥലമുണ്ട് ഇവിടെ. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കട്ടോ. അപ്പം നമ്മൾ ചായ കുടിച്ച് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ യാത്ര തുടരുകയാണ് കേട്ടോ. നമ്മൾ ചായ കുടിച്ചിട്ട് വണ്ടിയിൽ കയറിയിട്ട് യാത്ര തുടരുകയാണ്. ഇപ്പം ഞാൻ ഇവിടെ ഒരുപാട് ദൂരം ഉണ്ടല്ലേ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ അങ്ങോട്ട്. അപ്പോൾ നമുക്ക് യാത്ര ചെയ്തതിന് ക്ഷീണമൊന്നും ഇപ്പം അങ്ങനെ വല്ലാണ്ട് വരുന്നിട്ടില്ല. അപ്പോൾ ചായ കുടിച്ചപ്പോൾ ആ ഒരു ഉഷാറിലാണ് നമ്മൾ. അപ്പോൾ കുഞ്ചു ഇതാ അവിടെ കളിച്ചും രസിച്ചുമൊക്കെ അങ്ങനെ പോവാണ്. അത് കണ്ടില്ലേ, ഒരുപാട് വലിയ പാറകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് നമുക്ക് സാധ്യമല്ലാത്തത് കൊണ്ട് നമ്മൾ പോവുകയാണ്. നാളെ വിഷു ആയതുകൊണ്ട് നമുക്ക് ബാംഗ്ലൂർ തങ്ങാനൊന്നും പറ്റിയില്ല. അല്ലെങ്കിൽ നമുക്ക് നാളെ അല്ല മറ്റന്നാൾ കേട്ടോ, നാളെ സംക്രാന്തിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് തന്നെ വരണം. അല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസമൊക്കെ അവിടെ നിന്ന് ഏതായാലും പോവല്ലേ, അങ്ങനെയൊക്കെ പോരാന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ പെട്ടെന്നാണ് ഈ പോക്ക് ഉണ്ടായത്. അപ്പോൾ നമ്മളങ്ങനെ ഇപ്പോൾ അതിനൊന്നും തയ്യാറെടുത്ത് വന്നിട്ടില്ല. അപ്പോൾ ഏകദേശം ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ പോവാണ്ട് എന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്നാലും ഈ സൈഡിൽ കൂടെ ഒക്കെ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ബിൽഡിങ്ങൊക്കെ അടുത്തടുത്താണ്, ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞാലും മരങ്ങൾ ഞാനിവിടെ കണ്ടു ഒരുപാട്. ഇപ്പോൾ നമ്മൾ പറങ്കിമാവൊക്കെ കണ്ടു കേട്ടോ. നമ്മളെ വീട്ടിൽ നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ ഇവിടെ അങ്ങനെ കാണില്ല, റബ്ബറും കാര്യങ്ങളൊക്കെ അല്ലേ കാണുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ അത് ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ. നമ്മളവിടെ കാണാത്ത തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് എന്നാലും. അപ്പോൾ നമ്മൾ ക്ലാസ്സിലൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളിവിടെ നമ്മളൊരു ഹോസ്റ്റൽ കാണാൻ പോവാണ്. ബാംഗ്ലൂർ പ്ലേ സ്കൂളുണ്ട്. അപ്പോൾ കുഞ്ചുവിനെ കൊണ്ട് വന്നപ്പോൾ ഓക്ക് ഇതാ അത് രസമായി. ഇത് കണ്ടില്ലേ, വരുന്ന് കളി തുടങ്ങി ഇവിടെ. എങ്ങനെയുണ്ട് കുഞ്ചുവാ? ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. ഓടിപ്പോയതിനല്ലേ ഓളെ ഒറ്റയ്ക്ക് തന്നെ ഇതാ പോണ്, കയറുന്ന്, കളിക്കണ്. ഇതാണ് കേട്ടോ ഇവിടെ പരിപാടി. ഇവിടെ നിർത്തി പോകേണ്ടിരുന്ന് തോന്നുന്നുണ്ട് ചേച്ചിക്ക് കൂട്ടായിട്ട്. ഇവിടെ നിൽക്കണോ കുഞ്ചോ? ചേച്ചീൻ്റെ ഇപ്പോൾ ഇങ്ങോട്ട് പോരുമോ കുഞ്ചോ? ചേച്ചി വരുമ്പോഴേ ഇങ്ങോട്ടോക്ക്. അപ്പോൾ അവളൊന്നും പറയണില്ല, അവൾ കളീൻ്റെ തിരക്കിലാട്ടോ. അപ്പോൾ നമ്മൾ പറയുന്നതൊന്നും അവൾ ശ്രദ്ധിക്കണില്ല. പിന്നെ നമ്മളവിടെ സ്ട്രോബെറി കണ്ടില്ലേ. അപ്പോൾ അത് നമ്മളവിടെയൊക്കെ നല്ല നാട്ടിലൊക്കെ നല്ല വിലയല്ലേ. ഇവിടെ കുറച്ച് കുറവുണ്ടെന്ന് എനിക്ക് തോന്നിട്ടോ. 40 രൂപയാണ് ഒരു പെട്ടിക്ക് ബോക്സിന് പറയണത്. അപ്പോൾ നമ്മളൊരു ബോക്സ് വാങ്ങി നമ്മളത് കഴിച്ചിടും. അപ്പോൾ തിരക്കേടില്ലാത്ത നല്ല രസമൊക്കെ ഉണ്ട്. ഇനി നമ്മൾ പോകുമ്പോൾ വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നമ്മളിതാ 2 ബോക്സൊക്കെ വാങ്ങിയിട്ടുണ്ട് കയ്യിൽ. അപ്പോൾ അത് കണ്ട് നമ്മൾ തിരിച്ചു പോവാം കേട്ടോ. തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. അപ്പോൾ നമ്മൾ മടങ്ങാം കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണേ. ഫുഡ് കഴിക്കാൻ കയറാം കേട്ടോ. അപ്പോൾ ഈ റോഡിൻ്റെ വശത്ത് കൂടെയൊക്കെ തന്നെ നല്ല ചെടികളും പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളെ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമായില്ലേ? അടിപൊളിയാണ്.
ആണോ കുഞ്ചോ 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 ചേച്ചീൻ്റെ കോളേജ് എങ്ങനെയുണ്ട്? അതെയോ? മുന്നോട് മുണ്ട് കേട്ടോ ഇതിനെ തുഷ്ട വിളിച്ചല്ലേ. അപ്പോൾ അതാ നമ്മൾ തിരിച്ച് പോരടുപ്പം. ഇപ്പോൾ വൈകുന്നേരമായിട്ടുണ്ട് സമയം. നമ്മൾ അവിടെ ഒന്ന് ജസ്റ്റ് പോയി കണ്ടു ഒക്കെ, കുറച്ച് നേരം അവിടെ ഒന്ന് നിന്നു എന്നുള്ളൂ. ഇച്ചിരി നേരം നിന്നിട്ടുള്ളൂ, ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്ത് നിന്നിട്ടുള്ളൂ. നമ്മൾ ഹോസ്റ്റലിലൊക്കെ പോയി കണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചിപ്പോൾ കണ്ടില്ലേ വൈകുന്നേരമായി. ഇത്ര സമയം നമുക്ക് കിട്ടിയിട്ടുള്ളൂ ബാംഗ്ലൂരിൽ നിൽക്കാൻ. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ബസ്സൊക്കെ നിർത്തുന്ന സ്ഥലമാണ്. ഇവിടെ നമ്മൾ ജ്യൂസൊക്കെ വാങ്ങി, കൊഞ്ച് ജ്യൂസ് കുടിച്ചു, ഇത് വാങ്ങി. ഇപ്പോൾ നമ്മൾ ചായ കുടിച്ച സ്ഥലം കണ്ടില്ലേ, ഇവിടെ നമ്മളിപ്പോൾ കുറേ കുട്ടികൾ വെക്കേഷനിൽ വിഷുവൊക്കെ ആയത് കാരണം നാട്ടിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ KSRTC ബസ്സും അല്ലാതെ ടൂറിസ്റ്റ് ബസ്സൊക്കെ അവിടെ നിർത്തിയിട്ടാണ് ചായ കുടിക്കാറ്. ഇപ്പം നമ്മൾ പോകുന്നപ്പോൾ ഇച്ചിരി ശർക്കരയൊക്കെ വാങ്ങിയിട്ട്, നല്ല ശർക്കര, നല്ല കളറുള്ള ഒരു ഓറഞ്ച് കളറുള്ള ശർക്കരയൊക്കെ കിട്ടി. അപ്പോൾ ഇവിടെ കുറച്ച് വില കുറവുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ വാങ്ങി നമ്മൾ പോന്നു കേട്ടോ. ഇപ്പോൾ രാത്രിയായി, നന്ന രാത്രിയായിട്ടുണ്ട്, 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ പോന്നു. പിന്നെ എന്താ, വീട്ടിൽ ചെന്നു. വീട്ടിലേക്ക് പോയപ്പോൾ നമ്മൾ ഇച്ചിരി പടക്കം വാങ്ങിയിട്ട്, അഗൂര് മറ്റന്നാൾ വിഷു ആയത് കാരണം അവൻ പടക്കം കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ കണ്ട് വാങ്ങി ഒക്കെ ഇങ്ങോട്ട് പോന്നു. അതാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ.